കാൽ നൂറ്റാണ്ടിലേറെയായി CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടും സെക്രട്ടേറിയറ്റിൽ ഇടം നേടാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടിയിലെ ജനകീയ നേതാവ് പി ജയരാജൻ. പ്രായപരിധി നിബന്ധന കർശനമായതോടെ അടുത്ത സമ്മേളനത്തോടെ പി ജയരാജനെ പടിയിറങ്ങേണ്ടി വരും. സംഘടനാ തലത്തിൽ ചെറുപ്പക്കാരൊക്കെ സെക്രട്ടേറിയറ്റിൽ സ്ഥാനം പിടിച്ചപ്പോഴും കണ്ണൂരിൻ്റെ ചെന്താരകം വീണ്ടും പരിഗണനാ പട്ടികയ്ക്ക് പുറത്തായി. 2027 നവംബർ 27 പി ജയരാജന് 75 വയസ്സ് പൂർത്തിയാകും. 28 മാർച്ചിലാണ് CPM സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് ആ പ്രായത്തിൻ്റെ മാനദണ്ഡം അദ്ദേഹത്തിന് വിനയായി മാറും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന് ഇനിയൊരു അവസരം ഉണ്ടാവില്ല എന്നാണ് ചുരുക്കം. പി ജയരാജന് ശേഷം സംസ്ഥാന സമിതിയിലെത്തിയ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ അടക്കമുള്ള ജൂനിയർ നേതാക്കളെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചപ്പോഴും അണികളുടെ ആവേശമായ PJക്ക് വിനയായത് പാർട്ടിയിലെ ജനകീയതയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം താരതമ്യേന ചെറുതായ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം നൽകി ഒതുക്കിയപ്പോഴും അത് സ്വീകരിച്ച ആളാണ് ജയരാജൻ. പാർട്ടി അച്ചടക്കത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കുകയോ അതൃപ്തി പരസ്യമാക്കുകയോ ചെയ്യാതെ അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. പാർട്ടിക്ക് അപ്പുറത്തേക്ക് വളരുന്നെന്ന തോന്നലിലാണ് പി ജയരാജനെ നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയത്. ജില്ലാ സെക്രട്ടറി ആയിരിക്കെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് തിരിച്ച് നൽകിയിരുന്നില്ല. അപ്പോഴും കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടും സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടില്ല. കണ്ണൂരിലെ ചെന്താരകം പി ജയരാജനേക്കാൾ പാർട്ടിക്ക് അഭിമതൻ വാസവനാണെന്ന് തെളിയിച്ച ഒരു സംഭവം കൂടിയാണത്. കണ്ണൂരിലെ RSS അക്രമത്തെ അതിജീവിച്ച ജയരാജൻ പാർട്ടി നേതാക്കൾക്കും അണികൾക്കുമിടയിൽ ജനകീയനാണ്. 1998 മുതൽ CPM സംസ്ഥാന സമിതിയിൽ അംഗമായ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തുടരെ തഴയപ്പെടുകയായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അണികൾ ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് പുറത്തിറക്കിയ കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൊൻ കതിരല്ലോ എന്ന വാഴ്ത്തുപാട്ടോടെയാണ് അദ്ദേഹം നേതാക്കൾക്കിടയിൽ അനഭിമതനായത്. പ്രിയപ്പെട്ട നേതാവിനെ ആരാധിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമങ്ങളിലെ ഫാൻസ് പേജുകളും പൊതുസമ്മേളനങ്ങളിലെ കയ്യടികളും വ്യക്തിപൂജ എന്ന നിലയിൽ പാർട്ടി കണ്ടതോടെ പി ജയരാജൻ അകറ്റി നിർത്തപ്പെട്ടു. ജനകീയ നേതാവിനെ തുടർച്ചയായി തടയുന്നതിൽ അണികളിലും നേതാക്കളിലും കനത്ത അമർഷമുണ്ട്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ജെയിൻ രാജ് ഉൾപ്പെടെ പലരും പോസ്റ്റുകൾ ഇട്ടിട്ടുമുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പരിഗണിക്കുന്നതിന് പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ടെന്നും സമ്മേളന പ്രതിനിധികൾ, സംസ്ഥാന സമിതിയിലുള്ളവർ എന്നിങ്ങനെ എല്ലാവരെയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാൻ ആവില്ല എന്ന ഒഴുക്കൻ മറുപടിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയിലെ 3 ജയരാജന്മാരിലെ യഥാർത്ഥ രാജാവ് പതിയെ ചിത്രത്തിൽ നിന്നും മായുകയാണ്.